നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ ടാറിംഗ് ആരംഭിച്ചു. ടാറിംഗിനെ തുടർന്ന് കേച്ചേരി ചൂണ്ടൽ റോഡിൽ ഗതാഗതം നിരോധിച്ചു. കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗം ചേർന്നു. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന മോഷണം. 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത്. കോടശ്ശേരി മേട്ടിപ്പാടത്ത് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മാരാങ്കോട് ആക്കാമ്പറമ്പിൽ ജോസഫ് മകൻ 36 വയസ്സുള്ള ഷിജോയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയന്നൂർ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം പൂട്ടിയിട്ട നിലയിൽ. സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിൽ. KCB മുൻകൈയെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ. കോടികൾ ധൂർത്തടിച്ച ഈ പദ്ധതികൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിലെ ചാർജിംഗ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഹെൽത്തി കേരളയുടെ ഭാഗമായി ഒരുമനയൂർ പഞ്ചായത്തിലെ ചേറ്റുവയിൽ 15 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലുമാണ് സ്ഥാപനങ്ങൾ അടപ്പിച്ചത്. പോലീസ് സൗഹൃദങ്ങളിൽ നിന്ന് ഒരു സിനിമ കൂടി. ആരുഷി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച കേരള പോലീസ് അക്കാദമിയിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് CK കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത നൈറ്റ് മർഡേർഡ് എന്ന ചിത്രം യൂട്യൂബിൽ റിലീസായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ കലോത്സവം സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിൻഡോ ജോസ് തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മദ്ദളകേളി മത്സരത്തിൽ വിജയികളായവരെ അനുമോദിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റ് നടത്തിയ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ KS സിദ്ധാർത്ഥ്, 2ാം സ്ഥാനം നേടിയ TJ അധർവ്, 3ാം സ്ഥാനം നേടിയ MA നിരഞ്ജൻ എന്നിവരെയാണ് അനുമോദിച്ചത്. മുക്കാട്ടുകര ബത്ലഹേം CHS കലോത്സവം പിന്നണി ഗായിക റിയ ബിനു ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. ഡാമുകളിലും നദികളിലും അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾസ് ലവ് മനുഷ്യ സൗഹൃദ കൂട്ടായ്മ ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ പീപ്പിൾസ് ലവ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 50ഓളം പേരാണ് പഞ്ചായത്ത് സന്ദർശിച്ചത്. താനിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടോദ്ഘാടനം വിജയ ദിനാഘോഷവും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞാണി തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ ഓട് പൊളിച്ച് അകത്ത് കയറി മോഷണം. ഗണപതി പ്രതിഷ്ഠയുടെ മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. കണ്ടശാംകടവ് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം. NSS യൂണിറ്റിന്റെ സ്റ്റോർ മുറിയുടെ വാതിൽ കുത്തിത്തുറന്ന് പണം കവർന്നു. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ച് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ സന്ദർശിച്ചു. കടലാക്രമണം ബാധിച്ച ബീച്ച് നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസധനവും താൽക്കാലിക ഷെൽട്ടറും അനുവദിക്കണമെന്നും KK അനീഷ് കുമാർ. മാള പഞ്ചായത്ത് PK പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിക്കാനുള്ള നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷനായി. ഊരകം ALP സ്കൂളിൽ ഊരകം രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും നമ്മൾ അതിജീവിക്കും എന്ന നാടകം അവതരിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ നാടക അവതരണം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നിശ്ചല ദൃശ്യാവിഷ്കാരവുമായി RMHSS ഗൈഡ്സ്. RMHSSൽ നിന്നും ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ലെയ്സൺ ഉദ്ഘാടനം ചെയ്തു.
മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് SC വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറികളുടെ കരാർ പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് SC/ST ഫെഡറേഷൻ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച പ്രശസ്ത സിനിമാ താരം ബഹദൂറിന്റെ സ്മരണാർത്ഥം അദ്ദേഹം പഠിച്ചിരുന്ന എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുനർനിർമ്മിച്ച ബഹദൂർ ഗേറ്റ് തുറന്നു. ബഹദൂറിന്റെ സഹോദരി ആസിഫ സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നും സിദ്ദിഖ്. ശ്രീനാരായണപുരം കോതപറമ്പ് വാസുദേവ വിലാസം UP സ്കൂളിൽ നിർമ്മിച്ച ഫുട്ബോൾ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.